ബ്രഹ്മഗിരി സൊസൈറ്റിയിലെ നിക്ഷേപം നെന്മേനി മഞ്ഞാടിയിൽ സൊസൈറ്റിയുടെ മീറ്റ് ഫാക്ടറി നിൽക്കുന്ന സ്ഥലം പൊതുലേലത്തിന് വെച്ച് നിക്ഷേപകർക്ക് പണം തിരികെ നൽകാൻ കോടതി ഉത്തരവ്. മീനങ്ങാടി സ്വദേശികളുടെ രണ്ടുപേരുടെ ഹർജികളിലാണ് ബത്തേരി സബ് കോടതി ഉത്തരവിട്ടിരിക്കുന്നത്. കൂടുതൽ വിശദാംശങ്ങളുമായി താഹിർ ചേരുന്നുണ്ട്. താഹിർ, എന്തൊക്കെയാണ് കൂടുതൽ വിശദാംശങ്ങൾ? നിഖില, കഴിഞ്ഞ ദിവസമാണ് സുൽത്താൻ ബത്തേരി സബ് കോടതി ഇതുമായി ബന്ധപ്പെട്ടൊരു ഉത്തരവ് വന്നിരിക്കുന്നത്. കഴിഞ്ഞ ഒരുപാട് കാലങ്ങളായി 100 കോടിയിലേറെ രൂപ നിക്ഷേപം സ്വീകരിച്ച് അതിന്റെ പണം തിരികെ നൽകുന്നതുമായി ബന്ധപ്പെട്ട് ഒരുപാട് പ്രശ്നങ്ങൾ നിലനിൽക്കുന്ന സൊസൈറ്റിയാണ് ബ്രഹ്മഗിരി ഡെവലപ്മെന്റ് സൊസൈറ്റി. ഇപ്പോൾ മീനങ്ങാടി സ്വദേശികളായ രണ്ടുപേർ നൽകിയ ഹർജിയിന്മേലാണ് ഇപ്പോൾ സബ് കോടതി ഉത്തരവായിരിക്കുന്നത്. മുമ്പ് ഇവർ നിക്ഷേപിച്ച 50 ലക്ഷവും അതുപോലെ തന്നെ 22 ലക്ഷം രൂപയും നിക്ഷേപിച്ചു എന്ന് കാണിച്ചുകൊണ്ടാണ് അതിൽ അവര് കമ്പനി കരാർ വ്യവസ്ഥ പ്രകാരം ലാഭവിഹിതം അടക്കം തിരികെ നൽകാമെന്ന് പറഞ്ഞിരുന്നു. എന്നാൽ കാലാവധി കഴിഞ്ഞിട്ടും ഈ നിക്ഷേപിച്ച തുകയും അതുപോലെ തന്നെ ലാഭവിഹിതവും തിരികെ നൽകിയില്ല എന്ന് കാണിച്ചായിരുന്നു കോടതിയെ സമീപിച്ചത്. ഇതിന്മേൽ ഈ ലാഭവിഹിതവും അതുപോലെ തന്നെ നിക്ഷേപിച്ച തുകയും അതുപോലെ തന്നെ കോടതി ചിലവ് അടക്കം തിരികെ നൽകാൻ വേണ്ടിയായിരുന്നു ഉത്തരവ് വന്നിരുന്നത് 2024. പക്ഷെ ഇതുവരെ ആ തുക സൊസൈറ്റി അധികൃതർ കെട്ടിവെക്കാത്തത് കൊണ്ട് തന്നെ ഈ വീണ്ടും ഹർജിക്കാർ നേരെ കോടതിയെ സമീപിക്കുകയായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ബ്രഹ്മഗിരി മഞ്ഞാടിയിലുള്ള ബ്രഹ്മഗിരി ഡെവലപ്മെന്റ് സൊസൈറ്റിയുടെ ചെയ്യുന്ന സ്ഥലം 4 ഏക്കർ 19 സെന്റ് സ്ഥലം പൊതുലേലത്തിന് വെക്കാൻ വേണ്ടി ഉത്തരവായിരിക്കുന്നത്. അടുത്ത മാസം 8-ാം തീയതിയാണ് പൊതുലേലത്തിന് വെക്കാൻ കോടതി തീരുമാനിച്ചിരിക്കുന്നത്. പൊതുലേലം ചെയ്തുകൊണ്ട് ഇതിൽ നിന്ന് കിട്ടുന്ന തുക ഇവർക്ക് ഹർജിക്കാർക്ക് നൽകുക എന്നുള്ളതാണ് ഇപ്പോൾ വന്നിരിക്കുന്ന എന്തായാലും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ബ്രഹ്മഗിരി ഡെവലപ്മെന്റ് സൊസൈറ്റിയെ കുറിച്ച് ഒരുപാട് ആക്ഷേപങ്ങൾ, ഒരുപാട് സമരങ്ങൾ, പ്രതിഷേധങ്ങളൊക്കെ നിക്ഷേപകർ മുന്നിട്ട് നടത്തിയിരുന്നു. അതെല്ലാം നടന്നുകൊണ്ടിരിക്കുന്ന ഇടയ്ക്കാണ് ഇപ്പോൾ ഈ സബ് കോടതിയിൽ നിന്ന് ഒരു നിർണായക വിധി നൽകിയ ഹർജിയിന്മേൽ വിധി വന്നിരിക്കുന്നത്.